ബ്രദർ അഹ്ലൽ സുന്നയുടെ അല്ലെങ്കിൽ മുഹമ്മദിന്റെ സുന്നകളെല്ലാം താങ്കൾ തള്ളിക്കളയുകയാണ്. ഇപ്പം താങ്കൾ ഖുറാനിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്, ശരിയല്ലേ? അല്ല, ഖുർആനിലേക്ക് ചുരുങ്ങാൻ വേണ്ടി ആ കാരണം ഒരു വിഷയത്തിൽ ആ കാരണം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചുരുങ്ങിയത്. ഏത് വിഷയത്തിലാണ് ആ കാരണം ബ്രദറിന് തോന്നിയത്? അതായത് മുഹമ്മദിന് സിഹർ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. നീ മരണം ബാധിച്ചവനല്ല, അത് ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നതാണെന്ന് ഖുർആനിൽ വ്യക്തമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റ് ഹദീസുകൾ ഓക്കെ അവലംബിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ ബ്രദറെ, ഖുറാനകത്ത് എവിടെയെങ്കിലും മുഹമ്മദ് നീ ആത്മഹത്യ ചെയ്ത് കളയും എന്ന് അള്ളാഹുവിന് ഭയമുണ്ടായിരുന്നതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഖുറാനകത്ത് എവിടെയെങ്കിലും? ഖുർആനിനകത്ത് സിഹർ ബാധിച്ച ഒരു മനുഷ്യൻ ചിലപ്പോൾ സ്വന്തം മനസ്സിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ മീൻസ് സിഹർ ബാധിച്ചതാണെങ്കിൽ അദ്ദേഹം പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ. അപ്പോൾ ഖുറാനകത്ത് എവിടെയെങ്കിലും മുഹമ്മദ് നീ ആത്മഹത്യ ശ്രമിക്കും അല്ലെങ്കിൽ ആത്മഹത്യ നീ നടത്താനുള്ള ചാൻസ് ഉണ്ട് എന്ന് അള്ളാഹുവിന് തോന്നിയതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഖുറാനിൽ എവിടെയെങ്കിലും? ഖുർആനില് പിന്നെ അങ്ങനെ ഒരു സംഭവം ഈ ഖുറേഷികളോട് മുഹമ്മദ് വന്നിട്ട് ഖുറാന്റെ ആയത്ത് ഓതിയപ്പോൾ ഖുറേഷികൾ ഇത് വിശ്വസിക്കാത്തത് കൊണ്ട് മുഹമ്മദ് ആത്മഹത്യ ചെയ്തു കളയുമെന്ന് അള്ളാഹുവിന് ഭയമുണ്ടായിരുന്നു. ഖുറാനിൽ ഏതെങ്കിലും ആയത്ത് കേട്ടിട്ടുണ്ടോ ബ്രദർ? അങ്ങനെ ഒരു കാര്യം ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട് ബ്രദറെ. എവിടാണ്? ഏത് സൂറയാണ്? അതായത് സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം. കഹ്ഫിന്റെ എത്രാമത്തെ ആയത്ത്? അതിന്റെ എത്രാമത്തെ ആയത്തില? കഹ്ഫിന്റെ പിന്നെ 6-ാമത്തെ ആയത്ത്. 6-ാമത്തെ ആയത്തില് എന്താണ് പറയുന്നത്? അതായത്, അതിനാൽ ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന് അതിലുള്ള ദുഃഖത്താൽ നീ ജീവനൊടുക്കിയവനായേക്കാം. അപ്പൊ അള്ളാഹുവിന് ഭയമുണ്ടായിരുന്നു. ഇവര് നീ പറഞ്ഞ സന്ദേശം വിശ്വസിക്കാത്തത് കൊണ്ട് ജീവൻ എടുത്തേക്കാം എന്ന് അള്ളാഹുവിന് ഒരു ഭയം. പക്ഷേ മുഹമ്മദ് ഒരു പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ അത് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ പുള്ളി പൂർണ്ണ ധൈര്യവാനായിട്ട് പുള്ളി ജീവിക്കണ്ടായോ? അല്ല ബ്രദർ, മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണല്ലോ, പ്രവാചകനാണെങ്കിലും. പക്ഷെ അദ്ദേഹത്തിൽ ഉത്തമ മാതൃക ഉണ്ടെന്നല്ലേ ഖുർആൻ പറയുന്നത്? അദ്ദേഹത്തിൽ ഉത്തമ മാതൃകയുണ്ട്. ദിവ്യ വെളിപാട് കിട്ടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ മനുഷ്യന്റെ എല്ലാ ആന്തരികമായ സമ്മർദ്ദങ്ങളും പിന്നെ മനസ്സിന്റെ വിഷമങ്ങളും ആകുലതകളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ ഈ വഹി നിന്ന് പോയപ്പോൾ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം പിന്നെ താങ്കൾ എന്തിനാ തള്ളിക്കളയുന്നത്? വഹി നിന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടല്ലോ പല പ്രാവശ്യവും, ഓർമ്മയുണ്ടോ? അതെ, ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നത് കുറ്റകരമല്ല. ശ്രമിച്ചിട്ടില്ലല്ല, അവിടെ നിന്നതല്ലേ, ചിന്തിച്ചിട്ടല്ലേ ഉള്ളൂ. അല്ലല്ല, ചിന്തിച്ചതല്ല ബ്രദറെ, ചിന്തിച്ചതല്ല. അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി പല പ്രാവശ്യവും മലയുടെ മുകളിൽ വരെ കയറി ചെന്നിട്ടുണ്ട്. വറക്കത്ത് ബിൻ നൗഫൽ ആരാന്നറിയാമോ? അറിയാം, നമ്മൾ മുമ്പ് ചർച്ച ചെയ്താ ബ്രദറെ. ഓക്കെ, വറക്കത്ത് ബിൻ നൗഫള് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മുഹമ്മദിന് വഹി വരുന്നത് നിന്നുപോയി. മനസ്സിലായില്ലേ? വഹി വരുന്നത്, ഈ വറക്കയും അള്ളാഹുവിന്റെ വഹിയും തമ്മിൽ എന്താ കണക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. താങ്കൾ അതിനെപ്പറ്റി ചിന്തിക്കുക. പക്ഷെ വറക്ക മരിച്ചപ്പോൾ ഈ വഹി വരുന്നത് നിന്നുപോയി. സഹീഹ് ബുഖാരി 6982 6982. വറക്ക മരിച്ചു, ഡിവൈൻ ഇൻസ്പിറേഷൻ മുഹമ്മദിന് വരുന്നത് നിന്നുപോയി. അദ്ദേഹം അതീവമായ സങ്കടത്തിലായി. ഹി ബിക്കെയിം സോ സാഡ് ആസ് വി ഹാവ് ഹേർഡ് ദാറ്റ് ഹി ഇന്റൻഡഡ് സെവറൽ ടൈംസ് ടു ത്രോ ഹിംസെൽഫ് ഫ്രം ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ. പല പ്രാവശ്യവും അദ്ദേഹം ഈ മലയുടെ മുകളിൽ ചെന്നിട്ട് അദ്ദേഹത്തെ തന്നെ താഴോട്ട് എറിഞ്ഞു കളയുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു.
ഏതെങ്കിലും ഇതിനു മുൻപേ ഏതെങ്കിലും പ്രവാചകന്മാരെ പറ്റി ബൈബിളിൽ എവിടെയെങ്കിലും ബൈബിളിലെ പ്രവാചകന്മാരുടെ പലരുടെയും പേരെടുത്തിട്ടുണ്ടല്ലോ. ഈ പ്രവാചകന്മാർ ആരെങ്കിലും എന്നെങ്കിലും ഈ സന്ദേശം കിട്ടാതെ വന്നപ്പോൾ അവര് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതായിട്ട് താങ്കൾ കേട്ടിട്ടുണ്ടോ? അല്ല എപ്പോഴെങ്കിലും ഇതിനു മുൻപേ മുഹമ്മദ് സംഭവിച്ചിട്ടുണ്ടോ? അല്ല അദ്ദേഹം അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് അതിനൊരു കുറ്റമായിട്ട് പറയാൻ പറ്റുമോ? ബ്രദറെ, അതൊരു താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകൻ തന്നെ ആയിരുന്നു എങ്കിൽ, ദൈവം ഇദ്ദേഹത്തെ കൈവിടത്തില്ല എന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു എങ്കിൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം വരുന്നത് നിന്നു പോകാനോ നിന്നു പോകാതിരിക്കാനോ കണ്ടിന്യൂ ചെയ്യാനോ ഒരു കണക്ഷനും ഇല്ല എന്ന് ഏത് മനുഷ്യനും മനസ്സിലാകും. ശരിയല്ലേ? അതെ. വറക്ക മരിച്ചത് കൊണ്ട് ദൈവത്തിന്റെ വചനം വരാനോ വരാതിരിക്കാനോ ഒരു കണക്ഷനും ഇല്ല എന്ന് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാകും. ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാ, അന്ത്യപ്രവാചകനാ. പക്ഷെ ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. ഇദ്ദേഹം സങ്കടം കാരണം ഇദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുക. ഈ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഈ പ്രവണത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് ആരാ? ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ആത്മഹത്യ, നീ എടാ കൊന്നു കളയടാ, നീ നിന്നെ തന്നെ കൊല്ലുകടാ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യടാ എന്ന് മനസ്സിലേക്ക് ഇട്ടു തരുന്ന ആരാ? അത് പൈശാചികമായ ഒരു തോന്നലായിരിക്കും. എക്സാക്ട്ലി. ഇപ്പോഴാണ് അംശു ബ്രദർ ചിന്തിക്കാൻ തുടങ്ങിയത്. വളരെ കൃത്യമായിട്ടാണ് ബ്രദർ ചിന്തിച്ചത്. ഈ പൈശാചികമായിട്ടുള്ള ഈ തോന്നല് മുഹമ്മദിനുണ്ടായിട്ട് അദ്ദേഹം പല പ്രാവശ്യവും ഈ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പ്രാവശ്യമല്ല, മൾട്ടിപ്പിൾ ടൈംസ്. ഇസ്ലാം അല്ല ആ മുൻ തോന്നല് തെറ്റല്ല പ്രവാചകന്മാരുടെ ബ്രദറെ. നമ്മളൊരു ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് തെറ്റല്ല, ആ തെറ്റ് ചെയ്യുമ്പോഴാണ് അത് കുറ്റമായി തീരുന്നത്. ഓക്കെ, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആര്? തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദേഹേച്ഛ, അതിൽ അല്ല അല്ല, പിശാചു പാപം ഇടപെടും. ചെയ്യാൻ പിശാച് ഇടപെടും. പക്ഷെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആരാ? പാപം ചെയ്യാൻ അള്ളാഹു. പ്രേരിപ്പിക്കുന്നത് പിശാചു, ശരിയല്ലേ? അള്ളാഹു അല്ല ആരാ പിശാചു. ബ്രദറിനോട് പറഞ്ഞത്? അല്ലല്ലോ, മുഹമ്മദ് പറയുന്നത് പാപം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളെ അള്ളാഹു നീക്കി കളഞ്ഞിട്ട് പാപം ചെയ്യുന്ന ഒരു ജനതയെ ആക്കി വെക്കും. എന്നിട്ട് അവര് പാപം ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും. അപ്പൊ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് പറയുന്നത്. അപ്പം ബേസിക്കലി അള്ളാഹു പാപം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് മുഹമ്മദ് പറയുന്നു. അങ്ങനെ ഖുർആനിലുണ്ട് ബ്രദറെ, ഖുർആനിലുണ്ട് അങ്ങനെ. അല്ല, വ്യക്തമായിട്ടുള്ള സഹിയായിട്ടുള്ള ഹദീസുകളിൽ ഉണ്ടല്ലോ ബ്രദറെ. അത് ഖുർആനിൽ വേണമല്ലോ, സഹി അങ്ങനെയുള്ള മുസ്ലിം. സംഭവങ്ങൾ ഖുർആനിൽ തന്നെ വേണം. ഓക്കെ, അള്ളാഹു മനുഷ്യരെ വഴികേടിലാക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടോ? ഉണ്ട്. അള്ളാഹു മനുഷ്യരെ വഴികേടിലാക്കുന്നു എന്ന് അള്ളാഹു അവൻ നേരിട്ട് പറയുന്നുണ്ടോ? അവൻ ഉദ്ദേശിച്ചവരെ അവൻ വഴികേടിലാക്കും. അവൻ ഉദ്ദേശിച്ചവരെ അവൻ വഴികേടിലാക്കും. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അള്ളാഹു വഴികേടിലാക്കും. അള്ളാഹു ആണ് മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്നത് എന്ന് മുഹമ്മദ് പറയുമ്പോൾ ഇതിനകത്ത് എന്താ തെറ്റെന്താ? രണ്ടും അല്ല, ഒന്നിച്ചല്ലേ പോകുന്നേ? അള്ളാഹു പാപത്തിലേക്ക് നയിക്കുകയല്ല, അവന്റെ പ്രവർത്തന ഫലമായിട്ട് അവൻ വഴികേടിലേക്ക് സ്വയം പിന്നെ പോകുന്നതാണ്. ആ ഖുറാന്റെ ആയത്തിനകത്ത് അവിടെ എവിടെയും അവന്റെ പ്രവർത്തന ഫലം എന്ന് പറയുന്നില്ല. ആ ഖുറാന്റെ ആയത്തിനകത്ത് പറയുന്നത് അവൻ ഉദ്ദേശിച്ചവരെ, അള്ളാഹു ആരെ ഉദ്ദേശിക്കുന്നോ അള്ളാഹു വഴികേടിലാക്കുമെന്ന്. അവര് വഴികേടിലാകാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും മനുഷ്യൻ സ്വന്തമായിട്ട് വഴികേടിലാകാൻ ആഗ്രഹിക്കുവോ? വഴി പിഴച്ചു അല്ല, പോകാൻ ആഗ്രഹിക്കുവോ? അവന്റെ ദേഹേച്ഛയും അവന്റെ അഹങ്കാരവും മർക്കടമുഷ്ടിയും നിമിത്തം അവൻ ചിലപ്പോൾ വഴിപിഴച്ചു പോകാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അതിലേക്ക് അവനെ നയിക്കും. കാരണം ഓക്കെ, അവന്റെ അപ്പം സ്വഭാവം അങ്ങനെയാണ്. അപ്പം താങ്കൾ പറയുന്നത് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ദേഹിച്ചയും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം കൊണ്ടാണ് വഴികേടിലായിട്ട് ലാത്തയും മനാത്തയും മുസയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ് എന്ന് പറഞ്ഞത്? അല്ല, അത് ഞാൻ മിന്നാന്ന് ചർച്ച ചെയ്തപ്പോ ഖുർആനിൽ ആ വാക്യം കണ്ടിട്ടില്ല, അതവിടെ സ്റ്റോപ്പ് ആക്കിയതാണ്. അതെ, കാരണം സൂറത്ത് അൽ ഹജ്ജിൽ വരുമ്പോഴാണ് അത് സ്റ്റോപ്പ് ആക്കിയത്. 8 വർഷം പക്ഷെ അദ്ദേഹം പറഞ്ഞു നടന്നു. അത് ഖുർആനില്ലാത്തൊരു മെക്ക കാര്യം ആയത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ബ്രദറെ. 8 വർഷം പറഞ്ഞു നടന്നു നിങ്ങൾ പറയുന്നുണ്ട്, ബ്രദറെ, പക്ഷെ ഖുറാനിൽ അത് പല വിശുദ്ധ വിഷയങ്ങൾ ഖുർആനിലെ ബ്രദറെ ഖുറാനിൽ പല ആയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്
അത് ഖുറാനിൽ പല വാദിക്കാമായിരുന്നു. ആയത്തുകളും ഇല്ല. ഖുറാനിൽ പല ആയത്തുകളും ഇല്ല. പക്ഷെ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടല്ലോ. 5 നേരത്തെ നിസ്കാരം ഖുറാനിൽ ഇല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഖുർആൻ നിസ്കരിക്കാൻ കൽപ്പനയുണ്ട്. ഖുറാനിൽ നിസ്കരിക്കാൻ കൽപ്പനയുണ്ട്. പക്ഷെ എത്ര നേരമാ കാരണം നിസ്കരിക്കേണ്ടത് എന്ന് ഖുറാനകത്ത് പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല. ഖുറാനകത്ത് 3 നേരമേ ഉള്ളൂ. അതെ, നിങ്ങൾ എത്ര നേരം നിസ്കരിക്കുന്നത്? 5 ഖുർആൻ നേരം. നമ്മൾ 5 ഖുറാനകത്ത് നേരം എവിടെങ്കിലും നിസ്കരിക്കുന്നുണ്ട്. ചേലാകർമ്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇല്ല. പക്ഷെ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാ ചെയ്യുന്നത്? അതതിന് വ്യക്തമായ തെളിവുണ്ട്, പാരമ്പര്യമായിട്ട് അതാ കിട്ടിയ തെളിവ്. പറഞ്ഞത്. എന്തിന്? ഖുറാനകത്ത് പറയാത്ത ഒരു കാര്യം, മുഹമ്മദ് ചെയ്യാത്ത ഒരു കാര്യം, മുഹമ്മദിന്റെ മക്കൾ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനു ഫോളോ ചെയ്യുന്നു? മുഹമ്മദ് ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് ഒരു കാഫിറിനല്ലേ ജനിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മ ആമിന, അദ്ദേഹത്തിന്റെ പിതാവെന്ന് ആരോപിക്കപ്പെടുന്നത് അബ്ദുള്ള. ഇവർ രണ്ടുപേരും കാഫിറുകളായിരുന്നു, മെക്ക മുശ്രിക്കുകളായിരുന്നു. ഇവർ രണ്ടുപേരും നരകത്തിലാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? അവർ എന്റെ അവിശ്വാസികളാണെങ്കിൽ പിതാവും നരകത്തിലായിരിക്കും. അപ്പം പക്ഷെ മുഹമ്മദിന്റെ പിതാവിന്റെ പേരെന്തുവാ? അബ്ദുള്ള. അബ്ദുള്ള. അബ്ദുള്ള എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തുവാ? അള്ളാഹുവിന്റെ അടിമ. അള്ളാഹുവിന്റെ അടിമയായ ഒരു വ്യക്തി, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഈ അള്ളാഹുവിന്റെ അടിമയായ ഈ വ്യക്തി നരകത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ ബ്രദറെ? അല്ല, അള്ളാഹുവിന്റെ അടിമ എന്ന് അതൊരു പേരാണല്ലോ ബ്രദറെ. അതുകൊണ്ട് അവൻ ആ പേര്, വിശ്വാസി ആകുന്നില്ല. അതെ, അത് അറബി നാട്ടിൽ അള്ളാഹുവിന്റെ, എല്ലാവർക്കും അത് തന്നെയാണ് പേര്. എല്ലാവർക്കും അറബി പേരാണ്, അതെ, മുസ്ലിങ്ങളുടെ പേരാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നരകത്തിലാണ്. മാതാപിതാക്കൾ രണ്ടുപേരും നരകത്തിലാണ്. അപ്പൊ മുഹമ്മദിന് ഇവര് ചേലാകർമ്മം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? മുഹമ്മദിന് അവിടെ അബ്ദുൽ മുത്തലിബ് ചേലാകർമ്മം ചെയ്തു കൊടുക്കുന്നല്ലേ ഇവിടെ വായിക്കാൻ കഴിഞ്ഞത്. ഒരൊറ്റ തെളിവ്, എന്റെ പ്രിയ സുഹൃത്ത്, ഒരു തെളിവ്. അബ്ദുള്ളയുടെ അപ്പനായിരിക്കുന്ന അബ്ദുൽ അബ്ദുൾ മുത്തലിബ് മുത്തലിബ് ആണോ അതോ മുഹമ്മദിന് ചേലാകർമ്മം ചെയ്തു കൊടുത്തതിന്റെ ഒരു തെളിവ് കാണിക്കാമോ? ഇല്ല ബ്രദറെ, തെളിവില്ലെന്ന്. നിങ്ങളെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഹൂ ടോട്ട് യു ഓൾ ഓഫ് ദീസ് തിങ്സ്? ഇല്ലാത്ത കാര്യം നിങ്ങൾ എവിടുന്നോ കേട്ടിട്ട് അത് പിന്തുടരുന്ന ആവശ്യം വല്ലതും ഉണ്ടോ? ഖുറാനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല. ഖുറാനകത്ത് മുത്തായെ പറ്റി പറയുന്നുണ്ട്. നിക്കാ മുത്ത, നിങ്ങൾ സ്ത്രീകൾക്ക് ധനം കൊടുത്തിട്ട് അവരുമായി ടെമ്പററി ആയി ലൈംഗിക ബന്ധം സ്ഥാപിച്ചതിനു ശേഷം അവർക്ക് കൊടുക്കേണ്ടിയ ധനം കൊടുത്ത് അവരെ പറഞ്ഞു വിടുക എന്നുള്ള ഖുറാന്റെ ആയത്ത് സൂറ 4:24 പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതാ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്തല്ലേ ബ്രദറെ? ഏത് സാഹചര്യത്തിലാണ് ബ്രദറെ വ്യഭിചാരം ദൈവം അനുവദിച്ചു കൊടുക്കേണ്ടത്? വ്യഭിചാരല്ലേ, പട്ടാളക്കാരല്ലേ? അതായത് ബ്രദറെ, യുദ്ധത്തിന് പോകുമ്പോൾ ഒരു അവർക്ക് സ്ത്രീക്ക്, അംശു ബ്രദറെ, ഒരു സ്ത്രീക്ക് പൈസ കൊടുത്തിട്ട് ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അവൾക്ക് പൈസയോ ഉടുപ്പോ തുണിയോ സോക്സോ എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിടുന്ന ഈ സിറ്റുവേഷൻ ഈ യുദ്ധത്തിന് ശേഷവും മുഹമ്മദിന്റെ സഹാബിമാർ ചെയ്തിരുന്നല്ലോ. മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ ചെയ്തിരുന്നല്ലോ. ഹജ്ജിന് പോകുമ്പോൾ അവർ ചെയ്തിരുന്നല്ലോ. അത് കേട്ടിട്ടുണ്ടോ? അത് ഹജ്ജിനകത്ത് പോകുമ്പോൾ. ബ്രദറെ, വ്യഭിചാരത്തിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകുന്ന ഒരു അനുകൂല്യങ്ങളല്ലേ അത്? ബ്രദറെ, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ഭാര്യ നിക്കാഹം അല്ലാത്ത കഴിച്ചിട്ട് ഒരു കുറച്ച് സ്ത്രീക്ക്, കഴിഞ്ഞിട്ട് ഒഴിവാക്കും. ബ്രദറെ, എത്ര ദിവസത്തേക്ക് നിക്കാഹ് കഴിക്കുന്നു? അത് അവർക്ക് എത്രയെന്ന് വെച്ചാല് കുറച്ച് ദിവസങ്ങളിലേക്കായിരിക്കും. കുറച്ച് ദിവസത്തേക്കിന്. ഇപ്പം ഒരു സ്ത്രീയോട് ഈ വ്യഭിചാരത്തെ നമുക്കൊന്ന് എടുക്കാം. ഒരു സ്ത്രീയോട് പറയാ, ഞാൻ നിന്നോട് ഒരു കോൺട്രാക്ട് ചെയ്യുന്നു, ഒരു 2 രാത്രിയിലത്തേക്ക് നിന്നോട് ഒരു കോൺട്രാക്ട് ചെയ്യുന്നു, അതിന് അവസാനമായി ഞാൻ നിനക്കൊരു പൈസ തരും, നിനക്ക് ഒരു 1000 രൂപ ഞാൻ നിനക്ക് തരാം. സ്ത്രീ പറയുന്നു ശരി, ഓക്കെ. 2 ദിവസത്തേക്കിന് ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധം ചെയ്യുന്നു, എന്നിട്ട് അവൾക്ക് പൈസ കൊടുക്കുന്നു. ഇതും ഒരാൾ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസിലേക്ക് കയറുന്നു, ഒരു വ്യഭിചാരശാലയിലേക്ക് കയറുന്നു, എന്നിട്ട് അവളോട് പറയുന്നു, ഞാൻ 2 ദിവസത്തേക്കിന് താങ്കളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, 2 ദിവസത്തിന്റെ അവസാനത്തിൽ താങ്കൾക്ക് ഞാൻ പൈസ തരാം. ഇതും തമ്മിൽ വ്യത്യാസം ഒന്ന് പറയാമോ? ഈ ഇത് നിങ്ങൾ പറയുന്ന ദൈവം കൊടുത്തതാണ്. ഇതിന്റെ പേരെന്താ? എന്തോ
ഇതിന്റെ പേരെന്താ, ഇതിന് പറയുന്ന പേര് അറബിയില്? നിക്കാഹൽ മുത്ത. മിക്കാൽ മുത്ത. Yeah. പക്ഷെ ഇത് നിക്കാഹൽ മുത്ത ഖുർആനിലില്ല, ഹദീസിലല്ലേ ഉള്ളത്? സൂറ 4:24 ബ്രദറെ, 4:24. ഖുറാനിൽ ഇല്ലെന്നൊന്നും പറയരുത്. ഖുറാനിൽ ഇല്ലാത്ത കാര്യം എങ്ങനെയാ പിന്നെ പറയാൻ പറ്റുന്നത്? സൂറ 4:24 വായിക്കൂ. ഞാൻ സൂറ എടുത്തു നോക്കട്ടെ. 4:24 വളരെ വ്യക്തമായി അള്ളാഹു അനുവദിച്ച വിശിഷ്ടമായ വ്യഭിചാരമാണിത്. ഞാൻ ഇതിനെപ്പറ്റി പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വേറെ എനിക്ക് എന്റെ ചാനലിൽ പോയി നോക്കിയാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ അംഗീകരിച്ച ഒരു കാര്യമാണ്, ഇസ്ലാമിൽ 4ന്റെ അനുവദിച്ച ഒരു കാര്യമാണ്. പക്ഷെ 4:24, സൂറ 4:24 24. അള്ളാഹു അനുവദിച്ച വിശിഷ്ട വ്യഭിചാരം. ഒരു സെക്കൻഡ്. അതിനപ്പുറമുള്ള സ്ത്രീകളുമായി അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം, ബ്രാക്കറ്റിലുള്ളതൊന്നും വായിക്കരുത്, അതെല്ലാം ഉടായിപ്പാണ്. അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം നൽകിക്കൊണ്ട് നിങ്ങൾ തേടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കുന്നത്, അവിടെയാണ് ആ വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇസ്തംതാതും ബിഹി, നിങ്ങൾ തേടുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതിനപ്പുറമുള്ള സ്ത്രീകൾ, ഓൾറെഡി സ്ത്രീകളെ, ഭാര്യമാരെ പറ്റി പറയുന്നു, അടിമ സ്ത്രീകളെ പറ്റി പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം, വലകൈ ഉടമപ്പെടുത്തിയ സ്ത്രീകളെ പറ്റി പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ തേടുന്നത്, വിവാഹബന്ധമൊന്നുമില്ല അവിടെ, വിവാഹം എന്ന ഒരു കാര്യമേ ഇല്ല. നിങ്ങൾ തേടുന്നത്, നിങ്ങൾ സുഖം അനുഭവിക്കാൻ തേടുന്ന കാര്യത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഖുറാന്റെ ആയത്തിന്റെ അറബിയിൽ എടുത്ത് വായിച്ചു നോക്കിയാലോ, അവിടെ വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നു. സൂറ 4 അതിന്റെ 24 ഞാൻ വായിക്കാൻ വേണമെങ്കിൽ, അറബിക്കിൽ വാക്കുകൾ തന്നെ താങ്കൾക്ക് ശ്രദ്ധിക്കാം. അവിടെ എവിടെയും വിവാഹബന്ധം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. തുടക്കം തൊട്ട് വായിക്കാമേ. വൽ മുഹ്സനാതു മിനൽ നിസായി ഇല്ല മാ മലൈകത് അയ്മാനുകും കിതാബ ഇലാഹി അലൈക്കും വ ഉഹില്ല ലക്കും മാ വറ ദാലിക്കും അൻ തബ്തഗു ബി അംവാലിക്കും മുഹ്സിന ഗൈറ മുസാഫിന. അതിന്റെ സെക്കൻഡ് പാർട്ട് വായിച്ചാൽ ഫമ ഇസ്തംതാതും ബിഹി മിൻഹുന്ന ഫതഹുന്ന ഉജ്റുഹുന്ന ഫരിദാതൻ. ഈ ഫമ ഇസ്തംതാതും ബിഹി എന്ന് പറഞ്ഞാൽ എന്തുവാ? സോ വാട്ട് യു ബെനിഫിറ്റഡ് ഓഫ് ഇറ്റ് ഫ്രം ദം, നിങ്ങൾ അവരിൽ നിന്നും ബെനിഫിറ്റ് ചെയ്ത, സുഖം പ്രാപിച്ചത്, ബെനിഫിറ്റ് ചെയ്തതിന് പകരമായി ഫതഹുന്ന ഉജ്റുഹുന്ന, നിങ്ങൾ കൊടുക്കുന്ന ധനം. ഫരിദാത്തൻ, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ഫരിദാത്തൻ നിങ്ങളുടെ മേൽ ഒബ്ലിഗേഷൻ ആണ്, നിർബന്ധമാണ്. ഈ ഖുറാന്റെ ആയത്തിന്റെ ഏത് തഫ്സീർ എടുത്ത് വായിച്ചാലും ഈ ഭാഗം വരുമ്പോൾ ഇത് മുത്തയെ പറ്റിയാണ്. ടെമ്പററി ആയിട്ട് 2 ദിവസം, 1 ദിവസം, ഒരാഴ്ച, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറത്തേക്കിന് ടെമ്പററി ആയി ചെയ്യുന്ന വ്യഭിചാരത്തെ പറ്റിയാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസിൽ കയറുന്നു, ഒരു ദിവസത്തേക്കിന് അവൻ പൈസ കൊടുത്തിട്ട് അവൻ ആ സ്ത്രീയുമായി സുഖം പ്രാപിക്കുന്നത് പോലെ തന്നെ നിക്കാഹിന് ഒരു കോൺട്രാക്ട് ചെയ്തിട്ട് ഈ കോൺട്രാക്ടിന്റെ വാലിഡിറ്റി എക്സ്പയർ ആവുമ്പോ തീരും, തലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല. ഒരു കോൺട്രാക്ട് ചെയ്തിട്ട് ഈ സ്ത്രീയോട് പറയാണ്, ഞാൻ 2 രാത്രിയോ 3 രാത്രിയോ നിന്റെ കൂട്ടത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നു, ഇതിന് പകരമായി നീ എനിക്ക് ഞാൻ നിനക്ക് പൈസ തരാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും തരാം. അവള് പറയുന്നു ശരി.
ബ്രദറെ, ഇതിനല്ലേ വ്യഭിചാരം എന്ന് പറയുന്നത്. പറ്റി വളരെ കൃത്യമായി അദ്ദേഹം ചെയ്തു കാണിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സുനൻ സഹി മുസ്ലിം 1404A 1404A. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വി വെർ ഇൻ എൻ എക്സ്പെഡിഷൻ വിത്ത് അല്ലാഹ്സ് മെസ്സഞ്ചർ ആൻഡ് വി ഹാഡ് നോ വിമൻ വിത്ത് അസ്. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ പോയി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യമാരില്ലായിരുന്നു, സ്ത്രീകളില്ലായിരുന്നു. ഭാര്യമാരല്ല, സ്ത്രീകളില്ലായിരുന്നു. വി സെഡ് ഷുഡ് വി കാസ്ട്രേറ്റ് അവർ സെൽഫ്. അപ്പൊ ഞങ്ങള് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞങ്ങളെ തന്നെ ഷണ്ഡീകരിക്കട്ടെ. ഷണ്ഡീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കാസ്ട്രേറ്റ് ചെയ്യുക. അംശു ബ്രദറെ, ഷണ്ഡീകരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താണ് എന്ന് പറഞ്ഞാൽ? കാസ്ട്രേറ്റ് ചെയ്യുക, മുറിച്ചു കളയട്ടെ. മുഹമ്മദിനോട് പറയുകയാണ്. സോ ഒരു പ്രവാചകനോട് പറയുന്ന വാക്കുകളാണ് ഞങ്ങളുടെ തന്നെ മുറിച്ചു കളയട്ടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഇവർ യുദ്ധത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊള്ളയടിക്കോ വന്നിരിക്കുകയാണ്. ഇതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യയെ കാണാമല്ലോ. ഇവർക്ക് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇത് മുഹമ്മദിന് അറിയാമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഷാൽ വി കാസ്ട്രേറ്റ് അവർ സെൽഫ്. അപ്പം ദ പ്രോഫറ്റ് ഫോർബേഡ് us to do so. റസൂൾ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, മുറിച്ചൊന്നും കളയല്ലേ. He then granted us permission that we should contract temporary marriage for a stipulated period, giving her garment. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മുത്താനിക്ക ചെയ്യും, ടെമ്പററി ആയിട്ട് ഒരു സ്ത്രീയോട് ചെന്ന് സ്ത്രീയെ പ്രാപിച്ചതിനു ശേഷം അവൾക്കൊരു ഉടുപ്പ് കൊടുത്തേച്ച് നിങ്ങൾ പോര്. എന്തൊരു നല്ല മാതൃകയാണെന്ന് നോക്കിക്കോണം. എവിടെ? ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്, ഒരു സ്ത്രീയെ ആസക്തിയോടെ നീ നോക്കിയാൽ നീ അവളോട് വ്യഭിചാരം മനസ്സിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ള 2000 വർഷങ്ങൾക്ക് മുൻപേ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് കർത്താവ് കൊടുത്തേച്ചു പോയതിന് ഘടകവിരുദ്ധമായിട്ട് 600 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഡിസൈപ്പിൾസിന്, അനുയായികൾക്ക്, സ്വന്തം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പോയി സ്ത്രീകളുമായി ബന്ധപ്പെടുക, അവർക്ക് ഒരു ഉടുപ്പോ തുണിയോ എന്തെങ്കിലും കൊടുക്കുക. ഇതിനെ ബ്രദർ എങ്ങനെ കാണുന്നു? എങ്ങനെയാണ് ബ്രദർ ഇതിനെ കാണുന്നത്? ഞങ്ങൾ ഇതിനെ എങ്ങനെ കാണണം? ബ്രദർ ഒന്ന് പറഞ്ഞ. വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇസ്ലാമിനെ വീക്ഷിക്കുകയാണ്. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ഉത്തമ മാതൃക ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു. സൂറ 33:21. ശരി, വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയത്തില്ല, അദ്ദേഹം ഇസ്ലാമിൽ ഈ പ്രവാചകനെ പറ്റി പഠിക്കാൻ നോക്കിയപ്പോൾ പ്രവാചകന്റെ ഈ ഒരു സിറ്റുവേഷൻ, സഹി മുസ്ലിം 1404A 1404A ഇവിടെ എത്തുന്നു. അദ്ദേഹം വായിക്കുമ്പോ ഇതെന്തോ സംഭവം, നോക്കാമല്ലോ. അവിടെ ദേ കിടക്കുന്നു അള്ളാഹുവിന്റെ റസൂള് പക്ക വ്യഭിചാരം പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഖുർആനകത്ത് ആയത്ത് കിടക്കുന്നു. കാര്യം പിടികിട്ടിയോ അംശു ബ്രദറെ? ഞങ്ങൾക്ക് നിങ്ങളോടുള്ള വെറുപ്പ് കാരണമല്ല ഇത് പഠിപ്പിക്കുന്നത്.